അപ്പം ഞാനിന്നൊരു നാടൻ മത്തിക്കറിയുടെ റെസിപ്പി ആയിട്ടാണ് വന്നിരിക്കുന്നത്. അപ്പം എനിക്ക് കുറച്ച് ദിവസം കഴിഞ്ഞ് ഇനി നല്ല നല്ല വീഡിയോകളൊക്കെ നിങ്ങൾക്ക് ഇടാൻ പറ്റുള്ളൂ. ഞാൻ പറഞ്ഞല്ലോ നാളെ എനിക്ക് പല്ലിൻ്റെ കംപ്ലൈൻ്റാണ്. ഇതൊക്കെ ഞാൻ മുമ്പേ എടുത്തു വച്ചിരിക്കുന്ന ഷോർട്ട് വീഡിയോയുമാണ്. അത് ഇപ്പം നിങ്ങൾക്ക് ഇട്ട് തരുന്നതാണ്. അപ്പം പല്ലെടുത്ത് കഴിഞ്ഞാൽ പല്ലിന് എടുക്കുമ്പോൾ തയ്യലൊക്കെ ഉണ്ട്. ഒത്തിരി ഞാൻ പറഞ്ഞല്ലോ ഒത്തിരി പ്രശ്നമുള്ളൊരു പല്ലാണ്. അപ്പോൾ അതെടുത്ത് കഴിഞ്ഞാൽ ഇത്തിരി ദിവസമൊക്കെ കഴിയും. അപ്പോൾ അതിന് മുന്നേ എടുത്തു വച്ചിരിക്കുന്ന വീഡിയോകൾ പറ്റുമെങ്കിൽ നിങ്ങൾക്ക് ഞാൻ ഇട്ട് തരും. അതുകൊണ്ട് ഇത് ഒരു നാടൻ നല്ല സൂപ്പർ മീൻകറിയുടെ ഇതാണ്. ഞാൻ ചട്ടി അടുപ്പിൽ വെച്ചു, എണ്ണയടിച്ചു, കടുകിട്ടു, 2 ഉലുവ കൂടി അതിലേക്ക് ഇട്ടിട്ടുണ്ട്. ഇനി ഞാൻ ഇതിടുന്നത് രണ്ട് തക്കാളിക്കയും പച്ചമുളകുമാണ്. അതിലേക്ക് തന്നെ ഞാൻ അരച്ച് വെച്ചിരിക്കുന്ന മീൻകറിക്കുള്ള അരപ്പ് കൂടി അതിലേക്ക് ഞാൻ ഒഴിക്കുകയാണ്. ഒഴിച്ചു. ഇനി അതിലേക്ക് നമുക്ക് ആവശ്യമായ ഉപ്പ് കൂടി ഇട്ടിട്ട് നമുക്ക് കറി തിളയ്ക്കുന്നത് വരെ അതൊന്ന് അടച്ചിടാം. ഞാൻ അവസാനമാണ് സാധാരണ താളിക്കാറ്. ഞാൻ മുന്നേ അങ്ങ് താളിച്ചു. അപ്പോൾ ആ കറി ഒന്ന് തിളച്ച് വരുന്നത് വരെ നമുക്കൊന്ന് വെയിറ്റ് ചെയ്യാം. കാറ്റും കൂടെയൊക്കെ ആയതുകൊണ്ട് നല്ലതുപോലെ അടച്ചിട്ടിരിക്കട്ടെ. അപ്പം നല്ല മത്തി കട്ട് ചെയ്ത് ഇവിടെ കൊണ്ടുവന്ന് വെച്ചിട്ടുണ്ട്. നല്ല സൂപ്പർ പച്ച മത്തിയാണ്. അപ്പം നമുക്ക് നമ്മുടെ കറി തിളച്ചോ ഇല്ലയോ അതുപോലെ മത്തി തിളച്ചോ. അപ്പോൾ അതിനോടൊപ്പം തന്നെ നമുക്ക് അതിൽ 2 മത്തി വറുക്കാനും കൂടി ഞാൻ അരപ്പ് പുരട്ടി വെച്ചു. നല്ല നാടൻ മത്തി കറിയിലോട്ടിട്ടാലോ. നല്ല മണമുണ്ട് കേട്ടോ. മത്തിയിടാനുള്ള കറി തിളച്ചപ്പോൾ തന്നെ നല്ലൊരു മണം വരുന്നുണ്ട്. നാടൻ മത്തിക്കറി എന്ന് പറഞ്ഞാലേ അതൊന്ന് വേറെ അതിൻ്റെ ടേസ്റ്റ്. അല്ല, പണ്ട് പഴമക്കാർ പറയുന്ന കണക്കെ നാടൻ മത്തിക്കറി. ഇപ്പോഴത്തെ പുതിയ രീതിക്കുള്ള മത്തിയല്ല ഇത്. നമ്മുടെ നാടൻ പഴമയിലുള്ള മുത്തശ്ശിമാരുടെ മത്തിക്കറിയാണ്. ആ രീതിക്കുള്ള മത്തി. നമ്മളിപ്പോൾ ഇഞ്ചിയും മറ്റത് അങ്ങനെ കുറേ ഐറ്റങ്ങളൊക്കെ കറി വെച്ചല്ലേ വയ്ക്കുന്നത്. കുറച്ച് നാടൻ കരിവേപ്പിലയൊക്കെ അങ്ങോട്ടിട്ട് ഒരു നാടൻ കറിയാണ് ഞാനിന്ന് വയ്ക്കുന്നത്. അതിൻ്റെ ടേസ്റ്റൊന്ന് വേറെയാ. അതിൻ്റെ കറി കൂട്ടുമ്പോഴത്തേക്കും നമുക്ക് ഇത്തിരി കപ്പയും കൂടി ഉണ്ടെങ്കിൽ അതിൻ്റെ ടേസ്റ്റൊന്ന് വേറെയാ. ഇനി നമുക്ക് നാടൻ വെളിച്ചെണ്ണ ഒഴിച്ച് ഒരു 5 മത്തിയൊന്ന് വറുത്തെടുത്താൽ അതും കൂട്ടിയാകുമ്പോൾ നമ്മുടെ മീൻ വണ്ടിയിലെ ഹോൺ കേൾക്കുന്ന കേട്ടോ. ഇതങ്ങ് റോഡിൽ പോയി മേടിച്ചുകൊണ്ട് വന്നതാണ് ഈ വണ്ടിയിൽ നിന്ന് തന്നെയാണ്. പക്ഷേ ഇവിടെ വരുമ്പോഴത്തേക്ക് എല്ലായിടവും കറങ്ങിപ്പിച്ചു. ഇവിടെ വരുമ്പോൾ ഒന്നും കാണത്തില്ല. അത് ഉണ്ടെങ്കിൽ മാത്രമേ വരത്തുള്ളൂ. അതുകൊണ്ട് നമുക്ക് എന്നൊന്നും മീൻ കിട്ടാറില്ല. ഈ സമയത്താണ് ഇവിടെ മീൻ കൊണ്ടുവരുന്നത്. 12 മണിയാണ് സമയം. അതാ ഞാൻ മീൻ വെച്ചുകൊണ്ടിരിക്കുമ്പം എന്നും പള്ളിയിൽ വാങ്ങി വെക്കുന്നത്. കണ്ടോ, നല്ല നാടൻ മത്തിയ. അപ്പം അത് മൂത്ത് ഇത് കറിയുമാവട്ടെ. എന്തായാലും പല്ലൊക്കെ എടുത്ത് കഴിഞ്ഞാൽ എങ്ങനെയായാലും ഒരു 5 ദിവസത്തേക്കെങ്കിലും നമുക്ക് 7 ദിവസം കഴിഞ്ഞാണ് തയ്യലെടുക്കുമെന്ന് അന്ന് ഡോക്ടർ പറഞ്ഞിരിക്കുന്നത്. അപ്പം നാളെ മിക്കവാറും ഞാൻ പോവും പല്ലെടുക്കാനായിട്ട്. അതിന് മുന്നേ എടുത്ത് വച്ചിരിക്കുന്ന വീഡിയോകൾ ഞാനൊരു 3-4 വീഡിയോ എടുത്ത് വച്ചിട്ടുണ്ട്. അത് ഞാൻ ഓരോന്നായിട്ട് പോസ്റ്റ് ചെയ്യാം. എന്നിട്ട് ഞാൻ കമ്മ്യൂണിറ്റി പോസ്റ്റ് ഇടാമെന്ന് വിചാരിച്ചിട്ടുണ്ട്. കാര്യം എന്നും എനിക്ക് വീഡിയോ ഇടാതിരിക്കുന്നത് കൊണ്ട് വ്യൂസ് കൂടുന്നത് മൊത്തം തപ്പനെ കുറഞ്ഞുകൊണ്ടിരിക്കുകയാണ്. എന്നേ മോണിറ്റേഷൻ കഴിയേണ്ടതാണ്. എല്ലാം കുറഞ്ഞ് വർഷങ്ങളായിട്ട് ഇങ്ങനെ ഒരു ചാനലും കൊണ്ട് നടക്കുകയാണ്. അതുകൊണ്ട് ഞാനൊരു 2-3 വീഡിയോ എടുത്ത് വെച്ചിട്ടുണ്ട്, ഷോർട്ടൊക്കെ എടുത്ത് വെച്ചിട്ടുണ്ട്. അതുകൊണ്ട് നമുക്ക് നോക്കാം. അപ്പം നമ്മുടെ നാടൻ മത്തി എന്തോ മണം. നമ്മുടെ നാടൻ മത്തി റെഡി ആയിട്ടുണ്ട്. നമ്മുടെ നാടൻ അയ്യോ എന്തോ മണം. കാറ്റ് കാരണമാണ് അത് കിടന്നങ്ങനെ അടിക്കുന്നത്. കാറ്റെന്ന് പറഞ്ഞാൽ നിങ്ങളുടെ നാട്ടിലെ കാറ്റൊന്നും അല്ല കേട്ടോ. ഇത് കണ്ടോ
ലോകം അവസാനിക്കുന്ന കാറ്റാണ്. അപ്പം നമ്മുടെ നല്ല സൂപ്പർ പഴമക്കാരുടെ മത്തിക്കറിയും റെഡിയായിട്ടുണ്ട്. ഇഷ്ടപ്പെട്ടോ? ഗ്യാസ് ഓഫ് ചെയ്യട്ടെ. ഇതാണ് ഈ നമ്മുടെ മീൻ കറി സൂപ്പർ റെഡിയായി. നമ്മുടെ മീൻ ഫ്രൈയും റെഡിയായി. അപ്പം നമ്മുടെ മീൻ കറി നല്ല സൂപ്പർ മീൻ കറി റെഡിയായിട്ടുണ്ട്. അടിപൊളിയാണ്. നല്ല നമ്മളെ പണ്ടത്തെ പഴമ രീതിയിൽ വെച്ച നല്ല സൂപ്പർ നാടൻ മത്തിക്കറിയാണ് കേട്ടോ. അപ്പോൾ നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ട് കാണും എന്ന് വിചാരിക്കുന്നു. ഇഷ്ടപ്പെട്ടുവെങ്കിൽ ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക, സബ്സ്ക്രൈബ് ചെയ്യാത്തവർ സബ്സ്ക്രൈബ് ചെയ്യുക. അടുത്തുള്ള ബെല്ലൈക്കൻ അമർത്തി വെച്ചിരുന്നാൽ ഞാനിടുന്ന കുഞ്ഞു കുഞ്ഞു വീഡിയോകളുടെ നോട്ടിഫിക്കേഷൻ നിങ്ങൾക്ക് കിട്ടും. അപ്പോൾ അടുത്ത നല്ല വീഡിയോ ആയിട്ട് വരുന്നത് വരെ ടാറ്റാ ബൈ ബൈ. ഓക്കേ. നാടൻ മത്തി റെഡിയായിട്ടുണ്ട്. കണ്ടോ, നല്ല സൂപ്പർ നാടൻ മത്തിയായിരുന്നു. നല്ല മണം അത് ഉണ്ടല്ലോ, അത് ആ മൂത്തൊക്കെ വരുമ്പോൾ അതിൻ്റെ ഒരു മണം കാണുമായിരുന്നു, മണം കേൾക്കണമായിരുന്നു. നല്ല 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 മണം. അതിൻ്റെ ഒരു മത്തി മതി നമുക്ക് ഒരു പറ ചോറ് കഴിക്കാൻ. സൂപ്പർ മത്തിയായിരുന്നു. അത് പച്ച മത്തി തന്നെ കിട്ടണം, നല്ല കെട്ടതൊന്നുമല്ല, നല്ല സൂപ്പർ പച്ച മത്തി. അപ്പം നിങ്ങളെ നാട്ടിലും നല്ല പച്ച മത്തിയൊക്കെ കിട്ടുമായിരിക്കും. നല്ല പച്ച കുരുമുളകൊക്കെ അരച്ച് ഞാൻ പൊരിച്ചതാണ്. നല്ല നല്ല ഒരു അതിൻ്റേതായ ഒരു മണവും ഉണ്ടായിരുന്നു. നല്ല പച്ച കുരുമുളകൊക്കെ ചേർത്ത് പൊരിച്ചതാണ്. സന്ധ്യാസമയം, സന്ധ്യയ്ക്ക് നമ്മളെ സ്ഥലത്തുള്ള കാഴ്ച കാണാൻ എന്ത് രസമാണല്ലേ. സന്ധ്യയ്ക്ക് നമ്മളെ വെളിയിലത്തെ ആകാശവും വെട്ടവും വെളിച്ചവും നമ്മുടെ വഴിയും എല്ലാം കാണാൻ എന്ത് രസവും നോക്കി.